സോ അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് GAMAT 101-ൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പാർട്ട് 4-ലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സ് ആയിരുന്നു പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ലിമിറ്റ്സും അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന കണ്ടിന്യൂറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഫംഗ്ഷൻ x=a എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് 3 കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? f(a) ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ലിമിറ്റ് x ടെൻസ് ടു a f(x) എക്സിസ്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഈ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റും സെയിം ആയിരിക്കണം അല്ലേ? അതായത് ലിമിറ്റ് x ടെൻസ് ടു a f(x) എന്ന് പറയുന്നത് f(a)ക്ക് സെയിം ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? f(x) ഈസ് കണ്ടിന്യൂസ് അറ്റ് x is equal to a എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ആ ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് പഠിക്കുക. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ g(x) ഇസ് ഈക്വൽ ടു എന്താണ്? x² മൈനസ് എക്സ് മൈനസ് 6/x-3 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 3 ആൻഡ് 5 ഇഫ് എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3യിലാണ് നമുക്ക് എന്ത് ചെക്ക് ചെയ്യേണ്ടത്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? f(3) ഡിഫൈൻഡ് ആയിരിക്കണം അല്ലേ? f(3) നമുക്ക് കിട്ടുന്നുണ്ടോ? എക്സിന് 3 കൊടുത്താൽ f(x) 5 കിട്ടുന്നുണ്ട്. g(x) ആണ് ഫംഗ്ഷൻ. അപ്പം g(3) ഡിഫൈൻഡ് ആയിരിക്കണം അല്ലേ? g(3) ഡിഫൈൻഡ് ആയിരിക്കണം. g(3) ഈസ് ഈക്വൽ ടു 5 അല്ലേ? therefore g(3) ഈസ് എന്താണ്? ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കാം. g(3) ഡിഫൈൻഡ് ആണല്ലോ. g(3) ഈസ് ഡിഫൈൻഡ്. g(3) ഈസ് ഡിഫൈൻഡ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 3 g(x) ഇത് എക്സിസ്റ്റ് ആയിരിക്കണം. ലിമിറ്റ് ഇവാലുവേറ്റ് നോക്കിയോളൂ. ലിമിറ്റ് x ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ x 3യിലേക്ക് അടുക്കുന്നു. അതായത് x നോട്ട് ഈക്വൽ ടു 3 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള g(x) ആരാണ്? ദിസ് വൺ അല്ലേ? x² മൈനസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഓക്കെ ആണല്ലോ. സോ നേരിട്ട് ലിമിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നേരിട്ട് ലിമിറ്റ് കൊടുക്കുക. ഡിനോമിനേറ്റർ കാണുമ്പോഴേ അറിയാം നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ 0/0 ആണോ നോക്കുക കേട്ടോ. 3² മൈനസ് 3 മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 എന്നാണ് വരിക. 3² 9 ആണ്. 9 മൈനസ് 3 6 ആണ്. 6 മൈനസ് 6 0 ആണ്. ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 0 ആണ്. അപ്പം നേരിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്കാണ് വരുന്നുണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമ്മും പ്രോഡക്റ്റും എടുക്കാം. സമ്മ് രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ -1 വരണം. പ്രോഡക്റ്റ് എടുത്താൽ -6 വരണം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? സമ്മും പ്രോഡക്റ്റും എടുക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2, 3 ആണ് നമ്പേഴ്സ്. ഇനി സൈനും കൂടെ ശ്രദ്ധിക്കുക. സമ്മ് -1 ആണ് വരേണ്ടത്. അപ്പോൾ 2 -3 വരും അല്ലേ? 2 -3 കൂട്ടിയാൽ -1, 2 -3 ഗുണിച്ചു കഴിഞ്ഞാൽ -6 ആണ്. അപ്പോൾ ഈ 2 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ എന്താണ് വരിക? ലിമിറ്റ് x ടെൻസ് ടു 3 x പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്ന് വരും. ശരിയാണല്ലോ? അപ്പോൾ അവിടെ എക്സ് മൈനസ് 3യും എക്സ് മൈനസ് 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. എക്സിന് 3 കൊടുത്താൽ എന്താണ് വരിക? ബാക്കി വരുന്ന ഇത്രേ ഉള്ളൂ. ലിമിറ്റ് x ടെൻസ് ടു 3 എക്സ് പ്ലസ് 2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് വരിക? 3 + 2 വരും. 3 2 കൂട്ടിയാൽ എത്രയാണ്? 5 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ നോക്കിക്കേ. സോ രണ്ടും സെയിം ആണോ നോക്കുക. ലിമിറ്റ് x ടെൻസ് ടു 3 g(x) എക്സിസ്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? therefore ലിമിറ്റ് x ടെൻസ് ടു 3 g(x) എന്താണ്? എക്സിസ്റ്റ് ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇവർ രണ്ടുപേരും സെയിം ആയിരിക്കണം. ലിമിറ്റ് x ടെൻസ് ടു 3 g(x) 5 തന്നെയാണ്. g(3) 5 തന്നെയാണ്. അപ്പോൾ അത് രണ്ടും സെയിം ആണല്ലോ. സോ അപ്പോൾ നമുക്ക് എന്ത് എഴുതി വെക്കാം? തേർഡ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 3 g(x) ഇസ് ഈക്വൽ ടു g(3) ആണ് അല്ലേ?
ക്ലിയർ ആണല്ലോ? ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് രണ്ടും നമുക്ക് സെയിം ആൻസർ ആണ്. അത് 5 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ? ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് ഇസ് ഈക്വൽ ടു 3യിൽ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫോർ വാട്ട് വാല്യൂ ഓഫ് എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 3 ആൻഡ് 2ax ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി എക്സ്. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ സോ കോൾഡ് നേരത്തെ പറഞ്ഞ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 3 ഡിഫൈൻഡ് ആയിരിക്കും. കണ്ടിന്യൂസ് എവരിവെയർ ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കണ്ടിന്യൂസ് ആണെന്നാണ് പറയുന്നത് അല്ലേ? കണ്ടിന്യൂസ് ഓൺ റിയൽ നമ്പേഴ്സ് ആണ്. കണ്ടിന്യൂസ് എവരിവെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ 3യിലും കണ്ടിന്യൂസ് ആയിരിക്കും. 3യിൽ സ്പ്ലിറ്റ് ഉള്ളതുകൊണ്ട് 3യിലെ കണ്ടിന്യൂറ്റി കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എന്താണ്? 3യിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയേ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ശരിയല്ലേ? അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയേ പറ്റുള്ളൂ. കാരണം കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ വാല്യൂ കണ്ടുപിടിക്കാൻ 3 എന്നുള്ള പോയിന്റ് എടുക്കാം. ഒരു സ്പ്ലിറ്റ് വരുത്തുന്ന പോയിന്റ് 3 ആണല്ലോ. അപ്പോൾ 3യിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയേ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം അല്ലേ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എക്സ് 3യേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 3 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എൻ്റെ ഇവിടെ കിടപ്പുണ്ട്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? 2ax ആണ്. ശരിയാണല്ലോ? 3 മൈനസ് എന്ന് പറഞ്ഞാലും 3 പ്ലസ് എന്ന് എഴുതിയാലും കൊടുക്കുന്ന വാല്യൂ 3 തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് പഠിച്ചപ്പോഴേ അത് പറഞ്ഞതാണ്. സോ എക്സിന് 3 കൊടുത്താൽ എന്ത് വരും? 3 സ്ക്വയർ മൈനസ് 1. ഇവിടെ 3 കൊടുത്താൽ 2a ഇൻറ്റു 3 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് 9 മൈനസ് 1 ഇസ് ഈക്വൽ ടു 6a എന്ന് വരും. 9 മൈനസ് 1 എത്രയാണ്? 8 ഇസ് ഈക്വൽ ടു 6a എന്ന് വരും. ഫ്രം ദാറ്റ് a ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 6. കട്ട് ചെയ്താൽ 4/3 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതാണ്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇതൊക്കെ നല്ല പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫോർ വാട്ട് വാല്യൂ ഓഫ് ബി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ -2 ആൻഡ് ബി എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി എക്സ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ തീർച്ചയായിട്ടും -2ലും അല്ലെ? -2ലും കണ്ടിന്യൂസ് ആയിരിക്കും. ശരിയാണല്ലോ? അപ്പോൾ -2ലെ ലെഫ്റ്റ് ലിമിറ്റും -2ലെ റൈറ്റ് ലിമിറ്റും സെയിം ആയേ പറ്റുള്ളൂ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 മൈനസ് എക്സിൻ്റെ വാല്യൂ -2നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ -2 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എക്സ് ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ -2ൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? ബി എക്സ് സ്ക്വയർ ആണ് അല്ലേ? ബി എക്സ് സ്ക്വയർ ആണ്. യെസ്. -2 പ്ലസ് എന്ന് എഴുതിയാലും -2 മൈനസ് എന്ന് എഴുതിയാലും കൊടുക്കുന്ന വാല്യൂ -2 തന്നെയാണ്. എക്സിന് -2 കൊടുത്താൽ ഇവിടെ -2 ആണ് കിട്ടുക. ഇവിടെ -2 കൊടുത്താൽ ബി ഇൻറ്റു -2ൻ്റെ സ്ക്വയർ എന്ന് വരും. ശരിയാണല്ലോ? സോ -2 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു -2ൻ്റെ സ്ക്വയർ 4 ആണ്. ഫ്രം ദാറ്റ് ബി ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 4 വരും. 2 കൊണ്ട് കട്ട് ചെയ്താൽ -1/2 ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? -1/2 ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? മുന്നോട്ട് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. കുറച്ച് കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നോക്കുക. ഫോർ വാട്ട് വാല്യൂ ഓഫ് എ ആൻഡ് ബി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1, ax minus b if -1 less than x less than 1 and 3 if x greater than 1, continuous at every x. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കണ്ടിന്യൂസ് ആണ്. അപ്പം -1ലും കണ്ടിന്യൂസ് ആയിരിക്കും,
1ലും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ -1ലെ കണ്ടിന്യൂറ്റി കണ്ടീഷൻ എന്താണ്? -1ലെ ലെഫ്റ്റ് ലിമിറ്റും -1ലെ റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ശരിയാണല്ലോ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 മൈനസ് എക്സിൻ്റെ വാല്യൂ -1നേക്കാൾ കുറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് പറഞ്ഞേ, എക്സ് ലെസ് ദാൻ -1. എക്സ് ലെസ് ദാൻ -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് -2 ആണ്. അപ്പോൾ അവിടെ -2 കൊടുത്തു. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ -1. അത് നമുക്ക് ഇവിടെ നോക്കി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവിടെ -1 ലെസ് ദാൻ എക്സ് ഉണ്ട്. എക്സ് ഇപ്പുറോ -1 ഇപ്പുറോ എഴുതിയാൽ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആക്കാം. ശരിയല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? എ എക്സ് മൈനസ് ബി ആണ്. അല്ലെ? എ എക്സ് മൈനസ് ബി ആണ്. ശരിയാണല്ലോ? ഇനി നിങ്ങൾ നോക്കാം, -2 ഇസ് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിന്റെ ലിമിറ്റിംഗ് വാല്യൂ കോൺസ്റ്റന്റ് തന്നെയാണ്. സോ -2 തന്നെയാണ് ആൻസർ വരിക. ഇവിടെ എക്സിന് പകരം -1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? a ഇൻറ്റു -1 മൈനസ് ബി എന്ന് വരും. ശരിയല്ലേ? സോ -2 ഇസ് ഈക്വൽ ടു a ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -a മൈനസ് ബി എന്ന് വരും. ശരിയാണല്ലോ? മൊത്തത്തിൽ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഈക്വൽ ടു a പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? 2 ഈക്വൽ ടു a പ്ലസ് ബി അല്ലേ? എല്ലാ ടേമിനും നെഗറ്റീവ് ഉണ്ട്. ഒരു നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ ടേമും പോസിറ്റീവായി. ഇപ്പോൾ 2 ഈക്വൽ ടു a പ്ലസ് ബി അഥവാ a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2. അതൊരു ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 1 എന്നിടാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ -1ലെ കണ്ടിന്യൂറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്താൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1ലെ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കും. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 1ൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഇക്വേറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ട് എയും ബിയും എടുക്കേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 1ലെ കണ്ടീഷൻ നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 1 വേണ്ട മുകളിൽ കിടപ്പുണ്ട്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? എ എക്സ് മൈനസ് ബി ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 മുകളിൽ കിടപ്പുണ്ട്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 3 ആണ്. അല്ലേ? 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുത്താൽ എ ഇൻറ്റു 1 മൈനസ് ബി ഇസ് ഈക്വൽ ടു 3യുടെ ലിമിറ്റിംഗ് വാല്യൂ 3 തന്നെയാണ്. ദാറ്റ് ഈസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? 3. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ സോൾവ് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 ആണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 3 അല്ലെ? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 3. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. രണ്ടും കൂടെ സോൾവ് ചെയ്യുക. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്താണ് വരിക? എയും കൂടെ കൂട്ടി 2a വരും. പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആവും. 3ഉം 2ഉം കൂടെ കൂട്ടി 5 വരും. അപ്പോൾ അവിടുന്ന് എ ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2 കിട്ടും. ഓക്കെ ആണല്ലോ? എ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. എ പ്ലസ് ബി എന്ന് പറയുന്നത് 2 ആണ് ഫ്രം ഇക്വേഷൻ നമ്പർ 1. എക്ക് പകരം എന്ത് കൊടുക്കാം? 5/2 കൊടുക്കാം. പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2. ഫ്രം ദാറ്റ് ബി ഇസ് ഈക്വൽ ടു 2 മൈനസ് 5/2. ക്രോസ് ചെയ്താൽ 4 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 എന്താണ് വരിക? -1/2 ആണ് വരിക. ഓക്കെ, അപ്പോൾ എ ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2ഉം ബി ഇസ് ഈക്വൽ ടു -1/2ഉമാണ് നമ്മുടെ ആൻസേഴ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നല്ല പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നന്നായിട്ട് നോക്കി വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് എ ആൻഡ് ബി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ax plus 2b if x less than or equal to 0, x square plus 3x minus x square plus 3a minus b if 0 less than x less than or equal to 2, and 3x minus 5 if x greater than 2 is continuous at every x. Okay,
എവരി എക്സിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ പരാമർശിക്കുന്ന പോയിന്റുകളായിട്ടുള്ള 0 കണ്ടിന്യൂസ് ആയിരിക്കും, 2 കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ 0 കണ്ടിന്യൂസ് ആണെങ്കിൽ at x is equal to 0, x is equal to 0, ലിമിറ്റ് x tends to 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയേ പറ്റുള്ളൂ? ലിമിറ്റ് x tends to 0 പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയേ പറ്റുള്ളൂ. 0-ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. x tends to 0 മൈനസ് എക്സ് ലെസ് ദാൻ 0-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? ലിമിറ്റ് x tends to 0 മൈനസ് എ എക്സ് പ്ലസ് 2b ആണ്. And that's equal to ലിമിറ്റ് x tends to 0 പ്ലസ് എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ കൂടുമ്പോൾ, അതാണ് 0 ലെസ് ദാൻ എക്സ്. 0 ലെസ് ദാൻ എക്സ്, എക്സ് ഇപ്പുറവും 0 ഇപ്പുറം എഴുതിയാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയി. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാ നോക്കിക്കേ? എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് ബി ആണ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എക്സിന് നമ്മൾ 0 കൊടുക്കുക. a ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്ലസ് 2b സീക്വൽ ടു, ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്ലസ് 3a മൈനസ് ബി എന്ന് വരും. ഓക്കെ ആണേ. സോ 2b ഇസ് ഈക്വൽ ടു 3a മൈനസ് ബി. മൈനസ് ബിയും കൂടി ഇപ്പുറം എടുക്കാം. 2b പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3a എന്ന് വരും. 2b പ്ലസ് ബി എന്താണ്? 3b ആണ്. 2bൻ്റെ കൂടെ b കൂട്ടിയാൽ 3b കിട്ടും. ദാറ്റ് ഈസ് 3b ഇസ് ഈക്വൽ ടു 3a എന്ന് വരും. എയും നമുക്ക് 3യും 3യും ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ a ഇസ് ഈക്വൽ ടു b എന്നുള്ളൊരു കൺക്ലൂഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇപ്പം എയുടെ വാല്യൂ എന്താണോ കിട്ടുന്നത്, ബിയുടെ വാല്യൂ വേറെ അന്വേഷിച്ച് പോകണ്ട, ബിയുടെ വാല്യൂ അത് തന്നെയാണ്. ഓക്കെ, അതൊരു കൺക്ലൂഷനാണ്. അത് നമുക്ക് അടുത്ത കണ്ടീഷനിൽ നിന്ന് യൂസ് ചെയ്യണം. അടുത്ത കണ്ടീഷൻ എന്താണ്? 2-ൽ ചെക്ക് ചെയ്യുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. 2-ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കണം. ശരിയാണല്ലോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്, അതായത് എക്സിൻ്റെ വാല്യൂ 2-നേക്കാൾ കുറയുമ്പോഴുള്ള കണ്ടീഷൻ. എക്സ് ലെസ് ദാൻ 2 നമുക്കിവിടെ നോക്കി പറയാം. എക്സ് ലെസ് ദാൻ 2-ൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് ബി ആണ്. ശരിയാണല്ലോ. കണ്ടീഷൻ നമുക്ക് അവിടെ തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ് ലെസ് ദാൻ 2 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് ബി. അത് ഇതേപോലെ കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് ബി അല്ലേ? 3a മൈനസ് ബി. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2-ൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? 3x മൈനസ് 5 ആണ്. ശരിയല്ലേ? 3x മൈനസ് 5. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. എക്സിന് 2 കൊടുത്താൽ 2 സ്ക്വയർ പ്ലസ് 3a മൈനസ് ബി ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് 2 കൊടുത്താൽ 3 ഇൻറ്റു 2 മൈനസ് 5 എന്ന് വരും. ഓക്കെ, സോ 4 പ്ലസ് 3a മൈനസ് ബി ഇസ് ഈക്വൽ ടു 6 മൈനസ് 5. ഓക്കെ, സോ 3a മൈനസ് ബി, 4 പ്ലസ് 3a മൈനസ് ബി ഇസ് ഈക്വൽ ടു 6 മൈനസ് 5 1 ആണ്. 3a മൈനസ് ബി ഇസ് ഈക്വൽ ടു 1 പ്ലസ് 4 ഇപ്പുറം വരുമ്പോൾ മൈനസ് 4. 1 മൈനസ് 4 എന്താണ്? മൈനസ് 3. അതായത് 3a മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? മൈനസ് 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. 3a മൈനസ് ബി എന്താണ്? മൈനസ് 3 ആണ്. ഇനി ഈ ബിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഫ്രം ഇക്വേഷൻ നമ്പർ 1 a ഇസ് ഈക്വൽ ടു ബി ആണ്. ഒന്നില്ലെങ്കിൽ എക്ക് പകരം ബി കൊടുക്കാം, അല്ലെങ്കിൽ ബിക്ക് പകരം എ കൊടുക്കാം. എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ആദ്യമേ ഞാൻ ബിക്ക് പകരം എ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് വരിക? 3a മൈനസ് ബിക്ക് പകരം എ തന്നെ കൊടുക്കുക. ശരി, ഇപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ ഈക്വൽ ടു ബി ആണെന്ന് നമുക്കറിയാം. 3a മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് 3. 3a എന്ന് എ കുറച്ചാൽ 2a ഇസ് ഈക്വൽ ടു മൈനസ് 3. അവിടുന്ന് എ ഇസ് ഈക്വൽ ടു മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ? എയുടെ വാല്യൂ എന്താണ് കിട്ടുക? മൈനസ് 3/2 ആണ്. എയുടെ വാല്യൂ തന്നെയാണ് ബിയുടെ വാല്യൂ. ശരിയല്ലേ? കാരണം എ ഈക്വൽ ടു ബി ആണ്. ആൻഡ് ബി ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. എയുടെ വാല്യൂ മൈനസ് 3/2 തന്നെയാണ്. ബിയുടെ വാല്യൂ മൈനസ് 3/2 തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫോർ വാട്ട് വാല്യൂ ഓഫ് എയുടെ ഏത് വാല്യൂവിനാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് മൈനസ് 2a if x greater than or equal to 2 and 12 if x less than 2
ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി എക്സ്. എവരി എക്സിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 2ലും കണ്ടിന്യൂസ് ആയിരിക്കും. 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്, ഇപ്പം എക്സ് ലെസ് ദാൻ 2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? 12 ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? എ സ്ക്വയർ എക്സ് മൈനസ് 2a ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? 12ന്റെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ദ കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ് ആണ്. സോ 12 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് 2 കൊടുത്താൽ എ സ്ക്വയർ ഇൻറ്റു 2 എന്ന് വരും. ശരിയാണല്ലോ. മൈനസ് 2a. സോ ഇത് സോൾവ് ചെയ്തിട്ട് എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതായത് 12 ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ മൈനസ് 2a. മൊത്തത്തിലൊരു 2 കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ശരിയല്ലേ? ഡിവൈഡിങ് ത്രൂ ഔട്ട് വിത്ത് 2 എന്താണ് വരിക? 12നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 6. 2a സ്ക്വയറിനെ 2 കൊണ്ട് കട്ട് ചെയ്താൽ a സ്ക്വയർ. 2aനെ 2 കൊണ്ട് കട്ട് ചെയ്താൽ a. അതായത് a സ്ക്വയർ മൈനസ് എ പ്ലസ് 6 ഇപ്പുറം എടുക്കാം. മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സമ്മും പ്രോഡക്റ്റും എടുക്കാം. സമ്മ് മൈനസ് 1, പ്രോഡക്റ്റ് മൈനസ് 6. സമ്മ് എപ്പോഴും എയുടെ കോയിഫിഷ്യൻറ്റ്, പ്രോഡക്റ്റ് ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ. എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? എ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? 2, 3 ആണ് നമ്പേഴ്സ്. ഇനി സൈനും കൂടെ ശ്രദ്ധിക്കുക. സം എടുക്കുമ്പോൾ എനിക്ക് -1 വരണം. അപ്പോൾ 2ഉം -3ഉം അല്ലേ? 2ഉം -3ഉം കൂട്ടിയാൽ -1, ഗുണിച്ചാൽ -6. ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കുമ്പോൾ എന്താണ് വരിക? a+2 ഇൻറ്റു a-3 ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. ഫ്രം ദാറ്റ് a+2 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് എയുടെ വാല്യൂ -2 കിട്ടും. ആൻഡ് a-3 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് എയുടെ വാല്യൂ എന്താണ് കിട്ടുക? 3 ആണ് കിട്ടുക. ഓക്കെ, ക്വാഡ്രാറ്റിക് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് തെറ്റിക്കുന്നുള്ള ഒരു കാൽക്കുലേറ്റർ ചെയ്ത ആൻസർ എഴുതിക്കുകയാണെ. സോ a ഈസ് ഈക്വൽ ടു -2 ആൻഡ് a ഈസ് ഈക്വൽ ടു 3 ആണ് ആൻസർ വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ എയുടെ വാല്യൂസ് കണ്ടുപിടിക്കാനേ പറയുന്നുള്ളൂ. എയുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്ക് പകരം -2 കൊടുത്താലും എക്ക് പകരം 3 കൊടുത്താലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യെസ്, മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. പ്രതീക്ഷിക്കാം കേട്ടോ. ഫോർ വാട്ട് വാല്യൂ ഓഫ് b g of x is equal to x minus b by b plus 1 if x less than 0 and x square plus b if x greater than 0 is continuous at every x എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 0യിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഓൺ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 0യിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ 0യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 0യിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആവണമല്ലോ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ശരിയല്ലേ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഇപ്പോൾ എക്സ് ലെസ് ദാൻ 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ അല്ലേ? എഫ് ഓഫ് എക്സ് മാറ്റി നമുക്ക് ജി ഓഫ് എക്സ് കൊടുക്കാം. ഓക്കെ, ഞാൻ മാറ്റി ജി ഓഫ് എക്സ് ആക്കുന്നുണ്ടേ. ജി ഓഫ് എക്സ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ജി ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ കുറയുമ്പോഴുള്ള ജി ഓഫ് എക്സ് ആരാണ്? എക്സ് മൈനസ് ബി ബൈ ബി പ്ലസ് 1 ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ കൂടുമ്പോഴുള്ള എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ജി ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ പ്ലസ് ബി ആണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ എന്താണ് വരിക? 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് ബി എന്ന് പറഞ്ഞാൽ -b ബൈ ബി പ്ലസ് 1 ഈക്വൽ ടു, ഇവിടെ എക്സിന് 0 കൊടുത്താൽ 0 സ്ക്വയർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. -b ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ബി പ്ലസ് 1. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ബി സ്ക്വയർ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അതായത് ബി സ്ക്വയർ പ്ലസ് ബി ഇസ് ഈക്വൽ ടു -b എന്ന് കിട്ടിയിട്ടുണ്ട്. -b കൂടി ഇപ്പോൾ എടുക്കാം. ബി സ്ക്വയർ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. ബി സ്ക്വയർ പ്ലസ് ബി എന്താണ്? 2b ഇസ് ഈക്വൽ ടു 0. ബി ഔട്ട് സൈഡ് എടുത്താൽ ബി ഇൻറ്റു ബി പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് ബി ഇസ് ഈക്വൽ ടു 0യും കിട്ടും. ബി പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0യും കിട്ടും. അവിടുന്ന് ബി ഇസ് ഈക്വൽ ടു -2.
അപ്പോൾ ബിയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? 0യും -2വുമാണ് ബിയുടെ വാല്യൂസ് വരിക. ഓക്കെ, സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ പലർക്കും ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്, അറിയാണ്ട് ഈ ബിയും ബിയും ഒക്കെ അങ്ങ് ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പം 0 എന്നുള്ള വാല്യൂയും കൂടെയാണ് നിങ്ങൾ വെട്ടുന്നതെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ. 0 ഈസ് എ സൊല്യൂഷൻ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യണ്ട, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂറ്റിയുടെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന കുറച്ചും കൂടെ ചോദ്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ പോയിന്റുകളിലാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആവുക എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകൾ ചോദിക്കുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകളെ നമ്മൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സോടുകൂടി ലിമിറ്റ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവും. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഡെയിലി ബേസിസിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിന് യൂസ്ഫുൾ ആവുന്ന പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസുമായിട്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടൻസുമായിട്ട് നമ്മൾ വരും. സോ അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി.